ഞാനേ ഇത്രയും നേരം താഴെ പുരയിടത്തിൽ പണിയായിരുന്നു കേട്ടോ. എന്നെ കാണാത്തോണ്ട് എന്നാ വാ, എന്നെ കാണാത്തോണ്ട് വേണ്ട ഒരാൾ കാണിക്കുന്ന വേല ചെയ്ത് കണ്ടോണം. കണ്ടോ അമ്മച്ചി, നീ ഇതുവരെ എവിടെ ആയിരുന്നു? എന്നെയും കൂടെ ഒന്ന് കൊണ്ട് പൊക്കൂടായിരുന്നു താഴെ ഏത്തോട്ട്. മക്കളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, മൊത്തം പോച്ചയുടെ പുല്ലൊക്കെ മോളെ പിന്നെ കണ്ണിൽ കയറി കൊള്ളും കേട്ടോ. അതുകൊണ്ട് അമ്മ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോഴേ ഞങ്ങളുടെ താഴെ എത്തൊത്തിരി പുരയിടം ഉണ്ട് കേട്ടോ. അവിടെ ഒരു വഴിയില്ലായിരുന്നു. ഇന്ന് എൻ്റെ പരിപാടി വഴി വെട്ടക്കും കാട് ഉറപ്പരുന്ന. അപ്പോഴേ ഞാൻ എൻ്റെ താഴെ പുരയിടത്തിലെ വഴി വെട്ടിയതും അവിടെ വൃത്തിയാക്കിയതും കാണിച്ചു തരാം കേട്ടോ. ലിയ ലിയ വരുന്നാ? കൊണ്ടുപോഞ്ഞ് വഴക്കായിരുന്നു കേട്ടോ. ഇപ്പം കൂടെ വെച്ചാടും. എവിടെ നിന്ന് ചോറ് കൊടുത്തണം കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് പോകണം കേട്ടോ. ഇതുവരെ നമ്മൾ ആ താഴെ പുരയിടത്തിൽ കയറുന്നത് അവരുടെ മുറ്റത്തൂടെ ആയിരുന്നു. അത് എൻ്റെ വീടായിരുന്നു, ഞാൻ കൊടുത്തതാണ് ആ വീട്. കൊടുത്തപ്പോൾ തേച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവരാ തേച്ചൊക്കെ എടുത്തത്. നമുക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു. ഇത്തിരി കടമൊക്കെ ആയതുകൊണ്ട് കൊടുത്തതാണ്. അപ്പം ഇതിലേ കൂടെ ആയിരുന്നു ഞങ്ങൾ വഴി കിടക്കുന്നത്. അപ്പം എന്നും ഒരാക്കടെ മുറ്റത്തൂടെ വഴി കിടക്കുന്ന മോശമല്ലേ. നല്ല പണിയായിരുന്നു കേട്ടോ. നടുവൊക്കെ ഇച്ചിരി ഒന്ന് മൂന്നപ്പം വീണ്ടും ചാടി. നാളെ നടുവെന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ ശരിയാക്കും. ഞാൻ കാണിച്ചു തരാം നമ്മൾ വൃത്തിയാക്കിയ സ്ഥലം. ഇങ്ങനെ പോകണം, താഴോട്ട് പോകുന്നതെല്ലാം വരാം. ഇതാണ് ഞാൻ ഇന്ന് പുരയിടത്തിലോട്ട് കയറാൻ പറ്റിയ വഴി കേട്ടോ. ഇവിടുന്ന് നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെയർ കെട്ടി, സ്റ്റെപ്പ് കെട്ടി. ഇവിടുന്ന് ഇങ്ങനെ 2 മീറ്റർ വഴിയുണ്ട് നമുക്ക് മേലെ പുരയിടത്തിലോട്ട്. ഇവിടെ എല്ലാം കാടൊക്കെ വെട്ടി കേട്ടോ. താഴോട്ട് ഭയങ്കര കാടാണ്, മൊത്തം കാടാണ് താഴോട്ടെല്ലാം. അവിടെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു, അവിടുത്തെ താമസക്കാരൊന്നുമില്ല. ഇവിടെ നമ്മുടെ മത്തങ്ങയിൽ പിഞ്ച് അടിച്ച് കിടക്കുന്നുണ്ട്. അടിപൊളി പൂക്കളുണ്ട് കേട്ടോ. കിളയിൽ തുടങ്ങി. ഞാൻ ഇന്ന് വൃത്തിയാക്കിയ സ്ഥലം ഇത്രയും കേട്ടോ. ചേട്ടന് അയച്ചു കൊടുക്കാൻ ചെറിയ സ്ഥലം ഞാൻ ഇന്ന് കിളച്ച് വൃത്തിയാക്കി എടുത്ത്. അതൊക്കെ ഇത് നമ്മുടെ വരിക്കപ്പിലാവ് കേട്ടോ. ഈ പ്ലാവിൻ്റെ ഉച്ചാന്തലക്കേറെ നോക്കത്ത ദൂരം വരെ ചക്കയാണ്. അത് മൊത്തവും താഴെ ചൊരിഞ്ഞ് വീണ് കിടക്കുന്നു, അളിഞ്ഞ് വരും. പിന്നെ ഇവിടെ ഒരു പനയുണ്ടായിരുന്നു, അത് ഞാൻ വെട്ടിമുറിച്ച് ഇട്ടേക്കുന്നു. പിന്നെ 2 കുഞ്ഞ് പ്രാന്തൈ വെച്ച് ഇവിടെ ഇത്രയും വൃത്തിയാക്കി. ഇനി ഇവിടുന്ന് അങ്ങ് മേലോട്ട് നാളെ വൃത്തിയാക്കണം. ഇല്ല പേരയുടെ അവിടം വരെ വരുമോ ചേട്ടൻ? അറിഞ്ഞൂടാ. അയ്യോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് ഇനി റെസ്റ്റാണ്. വീണ്ടും അടുത്ത വീഡിയോ നാളെ. അതിൻ്റെ കാർഡ്